സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു ന്യൂ ഇയർ ആയിട്ട് ജയസൂര്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഇല്ലാത്തൊരു വാർത്തയാണ് തുടക്കത്തിൽ തന്നെ. പക്ഷേ ആ വാർത്തയിൽ ചില പ്രതികരണങ്ങൾ നടത്തുകയാണ് ജയസൂര്യ. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യലിന് തന്നെ വിളിപ്പിച്ചിട്ടില്ല എന്ന് പറയുകയാണ് നടൻ ജയസൂര്യ. മാധ്യമങ്ങൾ നൽകുന്നത് തെറ്റായ വാർത്തയാണ് എന്ന് കൂടി പറയുന്നു. സാമ്പത്തിക ഇടപാടുകൾ നടന്നത് നിയമാനുസൃതമായിട്ടാണ്. 7-ാം തീയതി ഹാജരാകണമെന്നാവശ്യപ്പെട്ട തനിക്കോ ഭാര്യയ്ക്കോ സമൻസ് ലഭിച്ചിട്ടില്ലെന്നും ജയസൂര്യ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഗുഡ് മോർണിംഗ്. ഇതിൽ ജയസൂര്യ വലിയ കുരുക്കിൽ തന്നെയാണ്. വീണ്ടും ജയസൂര്യയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്താണ് ജയസൂര്യ ഇക്കാര്യത്തിൽ ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം? ഗുഡ് മോർണിംഗ്. ജയസൂര്യ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യമായ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ നടത്തിയിരിക്കുകയാണ്. അത് മാധ്യമധർമ്മം നുണപ്രചരണമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിന് ജനുവരി 7-ാം തീയതി ഹാജരാകാൻ ആവശ്യപ്പെട്ട അദ്ദേഹത്തിനോ ഭാര്യ സരിതയ്ക്കോ ഒരു നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. മാധ്യമങ്ങളിലൂടെ മാത്രമാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങളാണ് തനിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നൊക്കെ അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ പറയുന്നുണ്ട്. പക്ഷേ ഇഡി അദ്ദേഹത്തിന് 7-ാം തീയതി ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം ഇഡി തന്നെ വ്യക്തമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇഡി അധികൃതർ തന്നെ അത് വ്യക്തമാക്കുന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ അങ്ങനെ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് തന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയായിരിക്കും. ഏതായാലും 2 തവണ തനിക്ക് സമൻസ് ലഭിച്ചതും ചോദ്യം ചെയ്യാൻ പോയതും അദ്ദേഹം ഇൻസ്റ്റഗ്രാം പേജിലൂടെ വ്യക്തമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് സമ്മതിക്കുന്നുണ്ട്. ഏതായാലും പിന്നീട് മറ്റൊരു കാര്യം, നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ മാത്രമാണ് സാമ്പത്തിക ഇടപാടുകൾ താൻ നടത്തുന്നതെന്നും ഒപ്പം എല്ലാവിധ ടാക്സുകളും താൻ അടയ്ക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ തനിക്കിതിൽ ഈ തട്ടിപ്പിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു വയ്ക്കാൻ തന്നെയാണ് ജയസൂര്യ ഏതായാലും ശ്രമിച്ചിരിക്കുന്നത്. ഏതായാലും ജയസൂര്യയുടെ 7-ാം തീയതി ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് ഇഡി അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ നേരത്തെ 2 തവണ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ തനിക്ക് ബന്ധമൊന്നുമില്ല, ഈ തട്ടിപ്പുമായോ അല്ലെങ്കിൽ തട്ടിപ്പിനെ കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നു എന്ന കാര്യമാണ് ജയസൂര്യ ഇഡിക്ക് നൽകിയിരിക്കുന്ന മൊഴി. അപ്പോൾ ഈ മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം ഈ 1-ാം പ്രതി കേസിലെ മുഖ്യപ്രതി സ്വാതിക് റഹീമുമായുള്ള സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വലിയ തുക ജയസൂര്യക്ക്, ഈ കരാർ തുക ജയസൂര്യക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. അത് ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്കാണ്, ഈ സ്വാതിക് റഹീമിന്റെ അക്കൗണ്ടിൽ നിന്നും നേരിട്ട് ഈ പണം വന്നിരിക്കുന്നതെന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ മാർഗത്തിലൂടെ ലഭിച്ച പണമാണ്? ഇപ്പോൾ ഒരുപക്ഷെ തട്ടിപ്പിലൂടെ സ്വാതിക് റഹീം കണ്ടെത്തിയ പണം അല്ലെങ്കിൽ ഉണ്ടാക്കിയ പണമാണെങ്കിൽ അത് തിരികെ എടുക്കാനുള്ള, അല്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും